നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടോ? അപ്പോൾ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ മാറാനായിട്ട് കഞ്ഞിവെള്ളം ഇതുപോലെ തലയിൽ തേച്ച് നോക്ക്. പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ തലയിലെ പേൻ ശല്യവും തലയിലെ താരനും ഒക്കെ മാറും കേട്ടോ. ഇപ്പോൾ ഈ നല്ല ചൂട് കാലത്തൊക്കെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ഇതുപോലെ തേച്ചോ മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ്. മുടി കൊഴിച്ചിലും മാറും കേട്ടോ. അപ്പോൾ അര ഗ്ലാസോളം കഞ്ഞിവെള്ളം ചെറിയ മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ആര്യവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തലയിൽ താരം മാറാൻ നല്ലതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ തലയിൽ പെയിൻ ശല്യം ഉണ്ടാവത്തില്ല ഈ ആര്യവേപ്പിൻ്റെ ഇല ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഈ നമ്മുടെ ഈ ചൂട് കാലമായതുകൊണ്ട് തുളസിയില ഒന്നും കിട്ടാനില്ല, നല്ല രീതിയിൽ തന്നെ ഉണങ്ങി പോയിട്ടുണ്ടാവും. അപ്പം ആര്യവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. പിന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ട് നല്ലതാണ് കറിവേപ്പില കേട്ടോ. മുടിക്ക് നല്ല കറുപ്പും തിളക്കവും കിട്ടും. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് കൂട്ടത്തിൽ ഒരു 4-5 ചെമ്പരത്തിയുടെ പൂവും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് കുറച്ചും കൂടി കഞ്ഞിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുത്തോ. ഒരു ചെറിയ ഇതുപോലത്തെ ഒരു ബ്രൗൺ കളറിലുള്ളതിൻ്റെ കഞ്ഞിവെള്ളമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇത് നല്ല രീതിയിൽ നമുക്ക് മുടി കൊഴിച്ചിൽ മാറാനും നല്ലതാണ്, മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ്. തലയിലെ ചൊറിച്ചിലും താരനും പേൻച്ചിലും ഒക്കെ മാറും കേട്ടോ. വേണമെങ്കിൽ കുട്ടികൾക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഇത്തിരി നമുക്ക് ഷാമ്പു എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വെള്ളത്തിന് നല്ലൊരു മണവും കിട്ടും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഫില്ലറിലൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് സ്കാൽപ്പിൽ കൂടെ ഒക്കെ ഒന്ന് ഉരച്ച് മസാജ് ചെയ്ത് കൊടുത്തിട്ട് കഴുകി കളയുവാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലാണ്ട് വെറുതെ താളി പോലെ തേച്ച് കഴുകാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ.